ചെമ്പരത്തിപ്പൂവിന്റെ വിത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ചെമ്പരത്തിപ്പൂവിന്റെ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് കളറ് ചെമ്പരത്തിപ്പൂക്കൾ ഉണ്ടാവും. അത് മുളയ്ക്കുമോ? ഇത് അറിയുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പോ ഇതൊരു റെഡ് ചെമ്പരത്തിപ്പൂവ്, രണ്ടും റെഡാണ്. എന്നാൽ ഇതൊരു ചെടീന്റെ മേലെ നിൽക്കുന്നു, ഇത് മറ്റൊരു ചെടീന്റെ മേലെ നിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൂവ് എടുത്തു കൊടുക്കുന്നത്. ഇതൊരു ചെടിയുടെ മേലെ ഇന്ന് രാവിലെ വിരിഞ്ഞ പൂവാണ്. ഞാൻ എന്താ ചെയ്യാന്നറിയോ? വേറൊരു ചെടിയിൽ വിരിഞ്ഞ വേറൊരു കളറ് ചെമ്പരത്തി പൂവ് പൊട്ടിച്ചു കൊണ്ടുവരിക. സെയിം കളർ അല്ല കേട്ടോ, വേറെ കളറ് പൊട്ടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ മേലെ ചെറിയ മഞ്ഞ പൊടികൾ കാണാലോ? ഇതിലൊന്ന് കാണിച്ചു കൊടുക്കുക. മഞ്ഞ പൊടികൾ, പരാഗ രേണുക്കൾ എന്ന് പറയുന്ന, അതിന് എന്തൊക്കെയോ ഇംഗ്ലീഷിലൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. പരാഗ രേണുക്കൾ. അപ്പൊ ഇത് ഒരു ചെടിയുമ്പോൾ നിൽക്കുന്നു, ഇത് വേറൊരു കളറ് ചെമ്പരത്തി പൂവ് വേറൊരു ചെടിയിൽ നിന്നും പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഈ പരാഗ രേണുക്കള് ഇതിന്റെ പരാഗനാളി എന്ന് പറഞ്ഞ ഇവിടെ ഒരു 3, 2, 5 ഉണ്ടകൾ പോലെ, ഇതിന് എന്തൊക്കെയോ ഒരു പേരൊക്കെ ഉണ്ട്. അതിന്റെ മേലെ ഈ പരാഗ രേണുക്കൾ ഇതിങ്ങനെ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് തട്ടിക്കൊടുക്കണം കേട്ടോ. വേറൊരു കളർ ചെമ്പരത്തി പൂ പൊട്ടിച്ചു കൊണ്ടുവരിക. പൊട്ടിച്ച് 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ ആ പരാഗ രേണുക്കൾ ഇതിന്റെ മേലെ പരാഗനാളിയിൽ തട്ടിക്കൊടുക്കുക. രാവിലെ ഒരു 7-7:30 സമയം, ചൂടൊക്കെ തുടങ്ങണതിന്റെ മുന്നേ ചെയ്യണം. എന്നിട്ട് ഈ പൂവ്, ഈ ചെടീന്റെ മേലെ നിൽക്കുന്ന ഈ പൂവ്, ഇനി ഈ പൂവിന്റെ ആവശ്യമില്ല, ഇത് കളയാം. ഈ പൂവ് നിങ്ങൾ ആ പൂവ് ഏതാണോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ ഒരു കടലാസോ അതിന്റെ മേലെ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കെട്ടൊന്നും ചെയ്ത് അടയാളപ്പെടുത്തി വെക്കുക. എന്തെങ്കിലും ഒരു സ്കെച്ച് പെന്നോണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടൊക്കെ അതിന്റെ മേലെ എന്തൊരു അടയാളം മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം നിരീക്ഷിക്കുക. വൈകുന്നേരം നിരീക്ഷിക്കുമ്പോൾ ഈ പൂവ് ഇങ്ങനെ കൂടി വരും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ പൂവ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഈ കപ്പ് ഇങ്ങനെ ആകെ എന്താ പറയാ, ഉണങ്ങിയ പോലെ ചീഞ്ഞ പോലെ ആവാൻ തുടങ്ങിയിട്ട് അപ്പോഴും നിങ്ങൾ ഈ പൂവിന്റെ തണ്ടും ഈ പൂവും ഐഡന്റിഫൈ ചെയ്ത് വെക്കണം, മറക്കരുത്. അങ്ങനെ പിറ്റേ ദിവസം കഴിഞ്ഞാൽ, ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ആയി കഴിഞ്ഞാൽ ഈ കേടുവന്ന ഈ പൂവിന്റെ ദളങ്ങള്, ഈ പൂവിന്റെ ഭാഗങ്ങൾ, പെറ്റൽസിന്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ഊരിയിട്ട് ഇതിങ്ങനെ മെല്ലെ ഊരിയിട്ട് അവിടുന്ന് ഇത് ഇങ്ങനെ വീണു പോകും. പിന്നെ നിങ്ങളുടെ ചെമ്പരത്തി ചെടീന്റെ മേലെ ഇത് മാത്രം ബാക്കിയാവും. ഇതിന്റെ ടെക്നിക്കൽ നെയിമൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചോളൂ. ഈ കപ്പ് മാത്രം ബാക്കിയാവും. ഇപ്പോഴും ഈ കപ്പ് കേടുകൂടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ പോളിനേഷൻ, പരാഗണം സക്സസ് ആയി എന്ന് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഇതിന്റെ മേലൊരു മാർക്ക് വേണം, ഒരു അടയാളം വേണമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഡെയിലി നിരീക്ഷിക്കുക. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കുക. കുറെ ദിവസം കഴിഞ്ഞാൽ പരാഗണം ശരിയായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം, ഇവിടെ ചെറിയൊരു വെള്ള ഭാഗം, അത് വീർത്ത് വരുന്നത് കാണാം. നല്ല വീർത്ത് വരുന്നത് കാണാം. അപ്പോ മനസ്സിലായി പരാഗണം സക്സസ് ആയി, പോളിനേഷൻ സക്സസ് ആയി. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിന്റെ ഉൾഭാഗത്തെ ആ ഭാഗം ഇങ്ങനെ വീർത്ത് വന്ന് അത് ഉണങ്ങാൻ തുടങ്ങിയാൽ നമ്മളെ വെണ്ടക്കായുടെ കടവണ്ണത്തിലേക്ക് എത്തും ഈ കപ്പ്. അപ്പോ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുക. അത് പൊട്ടിത്തെറിച്ച് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പേപ്പർ ഇതിനെ ജസ്റ്റ് ചുറ്റി ഒന്ന് വെക്കുക. എന്നിട്ട് ഇത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സെന്ററിലെ വൈറ്റ് പാർട്ട് നല്ല വണ്ണത്തിലുണ്ടാവും. അത് മെല്ലെ പൊളിച്ചു നോക്കിയാൽ 5-6 കറുത്ത വെണ്ടക്കുരു പോലത്തെ വിത്ത് കാണാം. ആ വിത്ത് നിങ്ങൾ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയതിന്റെ ശേഷം കുഴിച്ചിട്ട് മുളപ്പിച്ചാൽ പുതിയ ചെമ്പരത്തി തൈ ഉണ്ടാവും. ഈ തൈയില് നിങ്ങൾ ആദ്യം ഈ ചുവപ്പ് പൂവിന്റെയും നിങ്ങൾ ഏതിന്റെ പൂമ്പൊടിയാണോ ഇതിൽ കൊണ്ടുവിട്ടത് അതിന്റെയും കൂടിയിട്ടുള്ള പുതിയ കളറോട് കൂടിയ ഒരു ചെമ്പരത്തി പൂവ് ഉണ്ടായാലോ? നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. പല ആൾക്കാരോടും ചെമ്പരത്തി പൂവിന്റെ വിത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഭാഗത്തെ ഈ സെന്ററിലെ ഈ വെള്ള ഭാഗം പൊട്ടിച്ചിട്ട് അവർ പറയും ഇതിന്റെ ഉള്ളിൽ വെള്ള തരിതരി പോലെ ഉണ്ട്, അതാണ് ഇതിന്റെ വിത്ത് എന്ന്. പക്ഷെ ഇതുവരെ ആരും മുളപ്പിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ ഇത് വണ്ണം വെച്ച് വരുന്നിട്ട് നല്ല വെണ്ടക്കുരു പോലത്തെ വിത്തുണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് നല്ല കളറുള്ള ചെമ്പരത്തിപ്പൂവ് പുതിയ വെറൈറ്റി ഉണ്ടായാലോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് നോക്കുള്ളൂ. താങ്ക്